നമ്മുടെ മക്കളാണ് സുഹൃത്തുക്കൾ. നമ്മുടെ മക്കൾ നല്ലവരാണോ ആ നന്മയാണ് നമ്മുടെ ഭാവിയുടെ. എന്താ മക്കൾ നന്നാവാൻ നല്ലത്? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ കുട്ടികളെ ഈ കൗൺസിലിങ്ങിനൊക്കെ വേണ്ടി കൊണ്ടുവരുമ്പോൾ കൂടെ വരുന്ന രക്ഷിതാക്കളെ നമ്മൾ നോക്കും. കൂടെ വരുന്ന അമ്മാക്കോ വാപ്പാക്കോ ദീനിൻ്റെ ഒരു അടയാളം പോലും ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ കേടുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾ കേട് വന്നത് എന്തുകൊണ്ട്? കുട്ടികൾ കേട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആ കുട്ടികൾക്ക് ദീനിനോട് മതിപ്പുണ്ടാകുന്ന ഒരു ജീവിതം മാതാപിതാക്കൾ എന്ത് ചെയ്യണം? ഉണ്ടാവണം. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളുടെ കൂട്ടിൽ ചെറിയ കുട്ടി ചോദിക്കണം, ഒരു പേരക്കുട്ടി ചോദിക്കണം, വലിയ ഇപ്പം എങ്ങോട്ട് പോയതാ? അതിന്നേ അവിടെ നമ്മുടെ ദാറുൽ ഖുർആൻ്റെ ഒരു വാർഷിക പരിപാടി ഉണ്ട്. അത് നിങ്ങളിവിടെ പോന്നാലല്ലേ പറയുള്ളൂ, അല്ലെങ്കിൽ പറയൂ. അപ്പോൾ ആ കുട്ടിൻ്റെ മനസ്സിൽ എന്താണ് ഇപ്പോൾ അവിടെ പോകേണ്ട കാര്യം, എന്താണ് ഇപ്പോൾ ആ സ്ഥാപനം, എന്താണ്? ഇതൊക്കെ അനേക തവണ പലതും കേട്ടാണ് ആ മനസ്സുണ്ടാവുന്നത്. ഇന്നലെ ഓർഫൻ കെയറിൻ്റെ പ്രോഗ്രാമിൽ കുറേ സഹോദരിമാർ വന്നിട്ടുണ്ട്. ചില ആൾക്കാർ നിക്കാമൊക്കെ ഇട്ട് വന്നു, ചില ആൾക്കാർക്ക് തലയിൽ തട്ടവും കൂടി ഇല്ല. അപ്പോൾ അവിടെ നിന്ന് ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാളെ നിങ്ങളെ മോൻ ലഹരിയിൽപ്പെട്ടു അല്ലെങ്കിൽ മോള് പ്രേമത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരും. ആ കുട്ടികൾക്ക് നിങ്ങൾ പറയുന്നതിൽ ഒരു മതിപ്പുണ്ടാവില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. എന്താ നിങ്ങൾ, നിങ്ങളെ പള്ളിയിലെ ഉസ്താദ് ചെലവിന് വേണ്ടി പോയൊരു വീട്ടിലത്തെ ഒരു പെണ്ണ് പറയണത്, ആ ഉസ്താദ് വീട്ടിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ അത്ര നല്ലൊരു പെരുമാറ്റമല്ല എന്നൊരു പെണ്ണെങ്ങാനും നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ, ആ ഉസ്താദ് ഇനി എന്ത് വയല് പറഞ്ഞാലും ആ വയല് നമ്മളെ മനസ്സ് തട്ടുമോ? ഈ ഉമ്മയും വാപ്പയും എന്നോട് പറയാൻ യോഗ്യനല്ല. കാരണം എന്താ? ഇന്ന് വാപ്പ സുബഹി നിസ്കരിച്ചത് 6:30 മണിക്കാണ്, 7 മണിക്കാണ്. നിസ്കാരം മാത്രമല്ല സുഹൃത്തുക്കളെ, ഒരു നന്മയും പറയാൻ ആ പിതാവിന് യോഗ്യതയില്ലാതെയായിത്തീരും. അതുകൊണ്ടാണ് നമ്മളെ മക്കൾ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാത്തത്. അതുകൊണ്ടാണ് അത് പറയാൻ യോഗ്യനല്ല എന്ന് ആ കുട്ടിൻ്റെ മനസ്സ് പറയും. ഒരു പക്ഷെ ചെറിയ കുട്ടിയാണെങ്കിൽ അവൻ അപ്പം ചോദിക്കും, തിരിച്ചു ചോദിക്കും. അപ്പം അത് ഇപ്പം എന്താ അങ്ങനെ, ഉമ്മ എന്താ അങ്ങനെ എന്നവൻ തിരിച്ചു ചോദിക്കും. നല്ലൊരു ഇസ്ലാമിക ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് പറ്റിയാലേ നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ മക്കൾ, പുതിയ തലമുറ ദീനിൻ്റെ ഒപ്പം ഉണ്ടാവുള്ളൂ.